നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാകിസ്ഥാനെ വീണ്ടും നടുക്കിക്കൊണ്ട് ഒരു വ്യോമാക്രമണമാണ് നടന്നിരിക്കുന്നത്. പാകിസ്ഥാനുള്ളിൽ തന്നെയാണ് ഇപ്പോൾ അത്തരത്തിൽ ഒരു വ്യോമാക്രമണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഏകദേശം 30-ലധികം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തുവരികയാണ്. പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺഖ പ്രവിശ്യയിൽ പാകിസ്ഥാനി എയർഫോഴ്സ് നടത്തിയ ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും അടക്കം 30 പേരോളമാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. മരണസംഖ്യ ഇനിയും വർദ്ധിക്കുമെന്നാണ് സൂചനകൾ. തിറാവാലിയിലെ മാത്രേ ധാര ഗ്രാമത്തിൽ ഫൈറ്റർ ജെറ്റുകളിൽ 8 L6 ബോംബുകൾ വർഷിച്ചാണ് പാക് സൈന്യം വൻ വ്യോമാക്രമണം നടത്തിയിരിക്കുന്നത്. കൊല്ലപ്പെട്ടവരെല്ലാം തന്നെ നാട്ടുകാരാണ്. അതുപോലെ തന്നെ നിരപരാധികളായിട്ടുള്ള ആളുകൾ, സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. നിരവധി പേർക്ക് പരിക്ക് പറ്റിയതായിട്ടും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇവരെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല. തെഹ്രീക്ക് ഇ താലിബാൻ ഭീകരരുടെ ഒളിത്താവളങ്ങൾ ലക്ഷ്യമിട്ടാണ് പാക് സൈന്യം ഇപ്പോൾ വ്യോമാക്രമണം നടത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ. അഫ്ഗാനിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ ഭീകരർ ഒളിഞ്ഞിരിക്കുന്നുവെന്നാണ് റിപ്പോർട്ട്. ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് അവിടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. മനസ്സ് മരവിപ്പിക്കുന്ന കുട്ടികളുടെ അടക്കമുള്ള മൃതദേഹങ്ങളുടെ ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ തകർന്ന കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് തിരച്ചിൽ നടത്തുന്ന രക്ഷാപ്രവർത്തകരുടെ ദൃശ്യങ്ങളും പുറത്തു വന്നവയിൽ ഉൾപ്പെടുന്നുണ്ട്. നിരവധി ആളുകളാണ് ഇനിയും ആ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നത്. അതുകൊണ്ട് ഇപ്പോൾ 30 കൊല്ലപ്പെട്ടവരുടെ എണ്ണം. ഇനിയും മരണസംഖ്യ ഉയരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. നിരവധി കെട്ടിടങ്ങളും തകർന്നു വീണു. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് മൃതദേഹങ്ങൾ പുറത്തെടുക്കാനുള്ള രക്ഷാപ്രവർത്തനം അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മരണസംഖ്യ കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല. കഴിഞ്ഞ ദിവസവും ഖൈബർ പഖ്തൂൺഖയിൽ ഒളിച്ചിരിക്കുന്ന ഭീകരരെ ലക്ഷ്യമിട്ട് പാക് സൈന്യം വ്യോമാക്രമണം നടത്തിയിരുന്നു. ഈ മേഖലയിൽ നൂറ്റാണ്ടുകളായി തന്നെ ഇവിടെ യുദ്ധം അല്ലെങ്കിൽ ഒരു പ്രാദേശിക സംഘർഷം നിലനിൽക്കുന്ന മേഖലയാണ്. പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും സാധാരണക്കാരെ ലക്ഷ്യമിട്ടുകൊണ്ടും തിരിച്ചിങ്ങോട്ട് പാക് സൈന്യത്തെ ലക്ഷ്യമിട്ടുകൊണ്ടും ആക്രമണം നടക്കുന്നത് ഒരു പതിവാണ്. ഇന്റലിജൻസ് വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടന്ന ഓപ്പറേഷനിൽ 7 TTP ഭീകരരെ സൈന്യം വധിച്ചിരുന്നു. കൊല്ലപ്പെട്ടവരിൽ 3 അഫ്ഗാൻ പൗരന്മാരുണ്ടെന്നാണ് സൂചന. കൊല്ലപ്പെട്ട 7 പേരിൽ 3 പേർ അഫ്ഗാൻ പൗരന്മാരും 2 പേർ ചാവേറുകളായിരുന്നുവെന്നാണ് സൈന്യത്തിന്റെ മാധ്യമ വിഭാഗമായ ഇന്റർ സർവീസസ് പബ്ലിക് റിലേഷൻസ് പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ സെപ്റ്റംബർ 13-14 തീയതികളിലും ഖൈബർ പഖ്തൂൺഖയിൽ നടന്ന 2 വ്യത്യസ്ത ഏറ്റുമുട്ടലുകളിലും 31 TTP ഭീകരരായിരുന്നു അന്ന് കൊല്ലപ്പെട്ടിരുന്നത്. അടുത്തിടെയായി അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിലുള്ള പ്രവിശ്യകളിലും പാകിസ്ഥാൻ ഭീകര പ്രവർത്തനങ്ങൾ വർദ്ധിച്ചിരുന്നു. കഴിഞ്ഞ ആഴ്ച അഫ്ഗാനിസ്ഥാൻ ഭീകരർക്കൊപ്പം നിൽക്കണോ അതോ പാകിസ്ഥാനൊപ്പം നിൽക്കണോ എന്ന് തീരുമാനിക്കണമെന്ന് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പറഞ്ഞിരുന്നു. പാക് താലിബാൻ കമാൻഡർമാരായ അമാൻ ഗുൽ, മസൂദ് ഖാൻ എന്നിവർ റോഡരികിലെ ബോംബുകൾ നിർമ്മിക്കുന്നതിനുള്ള ഫാക്ടറിയായി ഉപയോഗിച്ചിരുന്ന കോമ്പൗണ്ടിൽ ഒളിത്താവളങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നെന്നാണ് പ്രാദേശിക പോലീസ് ഓഫീസർ അടക്കം നൽകുന്ന റിപ്പോർട്ടുകൾ. തീവ്രവാദികൾ സാധാരണക്കാരെ മനുഷ്യ കവചങ്ങളായി ഉപയോഗിക്കുന്നുണ്ടെന്നും മറ്റു ജില്ലകളിലെ പള്ളികളിൽ അവർ അടുത്തിടെ ആയുധങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടെന്നും പ്രാദേശിക പോലീസുകാർ റിപ്പോർട്ട് ചെയ്യുന്നു. ഖൈബർ, ബജൌർ, വടക്ക് പടിഞ്ഞാറൻ മേഖലയിലെ മറ്റു ഭാഗങ്ങൾ എന്നിവിടങ്ങളിലും പാകിസ്ഥാൻ സുരക്ഷാ സേന പാകിസ്ഥാൻ താലിബാനെതിരെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. പാകിസ്ഥാൻ താലിബാൻ, തെഹ്രീക്ക് ഇ താലിബാൻ പാകിസ്ഥാൻ അല്ലെങ്കിൽ TTP എന്നറിയപ്പെടുന്ന പാകിസ്ഥാൻ താലിബാൻ അവകാശപ്പെടുന്ന തീവ്രവാദ ആക്രമണങ്ങളിൽ പാകിസ്ഥാൻ വർധനവ് കണ്ടു. അവർ അഫ്ഗാൻ താലിബാനുമായി സഖ്യത്തിലാണ്. TTP ഒരു പ്രത്യേക ഗ്രൂപ്പാണ്. പക്ഷേ 2021 അഫ്ഗാൻ താലിബാൻ അധികാരത്തിൽ തിരിച്ചെത്തിയതിനു ശേഷം അത് കൂടുതൽ ധൈര്യപ്പെട്ടു. നിരവധി TTP നേതാക്കളും പോരാളികളും അഫ്ഗാനിസ്ഥാനിൽ അഭയം കണ്ടെത്തിയതായി കരുതപ്പെടുന്നു. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തികളിൽ സജീവമായി പ്രവർത്തിക്കുന്ന നിരോധിത ഭീകര സംഘടനയാണ് തെഹ്രീക്ക് ഇ താലിബാൻ പാകിസ്ഥാൻ. സർക്കാരിനെതിരായ അക്രമ പ്രവർത്തനങ്ങൾ, ബോംബ് സ്ഫോടനങ്ങൾ, സുരക്ഷാ സേനയ്ക്കെതിരായ ആക്രമണങ്ങൾ എന്നിവയ്ക്ക് ഈ സംഘടന കുപ്രസിദ്ധമാണ്. പാകിസ്ഥാനിൽ ശരീഅത്ത് നിയമം നടപ്പിലാക്കുക എന്നതാണ് TTPയുടെ ലക്ഷ്യം. ഇത് പലപ്പോഴും സാധാരണക്കാരെയും സൈനിക താവളങ്ങളെയും ലക്ഷ്യമിടുന്നു. പാകിസ്ഥാൻ സർക്കാരും സൈന്യവും ഈ സംഘടനയ്ക്കെതിരെ നിരന്തരം നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. റിപ്പോർട്ടുകൾ അനുസരിച്ച് ആക്രമണത്തിനിടെ PAF JF-17 യുദ്ധവിമാനങ്ങൾ വിന്യസിച്ചു. കുറഞ്ഞത് 8 LS-6 പ്രിസിഷൻ ഗൈഡഡ് ഗ്ലൈഡ് ബോംബുകളും പുറത്തിറക്കി.
ചൈനീസ് നിർമ്മിത സാറ്റലൈറ്റ് ഗൈഡഡ് യുദ്ധോപകരണമായ LS-6 ദീർഘദൂര കൃത്യതയ്ക്കായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. കൂടാതെ 480 കിലോഗ്രാം വരെ ഭാരമുള്ള ഉയർന്ന സ്ഫോടനാത്മകമായ യുദ്ധമുനകൾ ഉപയോഗിച്ച് നിശ്ചിത ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ കഴിവുള്ളതുമാണ്. കൃത്യതയ്ക്കായി രൂപകൽപ്പന ചെയ്തിട്ടുണ്ടെങ്കിലും യുദ്ധോപകരണം ടിറയിലെ സാധാരണക്കാരുടെ വീടുകളിലാണ് പതിച്ചിരിക്കുന്നത്. വീടുകളിൽ വലിയ വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പല കെട്ടിടങ്ങളും വീടുകളൊക്കെ തന്നെ തകർന്ന് കിടക്കുകയാണ്. ഈ അവശിഷ്ടങ്ങൾക്കിടയിലും കുടുംബങ്ങൾ കുടുങ്ങിപ്പോയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇരകളെല്ലാം തന്നെ ഈ സാധാരണക്കാരുടെ മറവിലാണ് ഈ ഭീകരർ അവിടെ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നെന്ന് കണ്ടെത്തിയത്. പക്ഷേ ഇപ്പോൾ കൊല്ലപ്പെട്ടവരിൽ അധികവും സാധാരണക്കാരാണ്. പരിക്കേറ്റവരിലും ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളും ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. അവിടെയുള്ള തദ്ദേശീയമായിട്ടുള്ള മെഡിക്കൽ സൗകര്യങ്ങൾ വളരെ പരിമിതമായതിനാൽ തന്നെ അടിസ്ഥാന രക്ഷാ ഉപകരണങ്ങളും കുറവായതിനാലും അവശിഷ്ടങ്ങളിൽ നിന്ന് തിരച്ചിൽ സംഘങ്ങൾ മൃതദേഹങ്ങൾ പുറത്തെടുക്കുന്നതും തുടരുന്നതിനാൽ മരണസംഖ്യ ഉയരുമെന്നാണ് അവിടെയുള്ള താമസക്കാരൊക്കെ തന്നെ ഒരുപോലെ ഭയപ്പെടുന്നത്. കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി ഖൈബർ പഖ്തൂൺഖ ഉൾപ്പെടെയുള്ള പാകിസ്ഥാനിലെ ഗോത്രമേഖല വ്യാമ പീരങ്കി ആക്രമണങ്ങൾ ആവർത്തിച്ച് കണ്ടിട്ടുണ്ട്. ഇത് സിവിലിയൻ ജനതയ്ക്ക് കാര്യമായ നാശനഷ്ടങ്ങൾ വരുത്തിവെച്ചു. തെഹ്രീക്ക് ഇ താലിബാൻ പാകിസ്ഥാൻ, ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറാസൻ പ്രവിശ്യ, ലഷ്കർ ഇ ഇസ്ലാം, അൽ ഖ്വയ്ദയുമായി ബന്ധപ്പെട്ട ചെറിയ സെല്ലുകൾ എന്നിവയുൾപ്പെടെയുള്ള വിമത തീവ്രവാദ ഗ്രൂപ്പുകളുടെ കേന്ദ്രമാണ് ഈ പറയുന്ന തിറ താഴ്വര. മേഖലയിൽ ആക്രമണങ്ങൾ നടത്തുമ്പോൾ പാകിസ്ഥാൻ സർക്കാർ പലപ്പോഴും ഇത്തരം ഗ്രൂപ്പുകളുടെ സാന്നിധ്യം പരാമർശിക്കാറുണ്ട്. എന്നിരുന്നാലും ഈ പ്രവർത്തനങ്ങൾ പലപ്പോഴും സാധാരണക്കാരെ ഗുരുതരമായ അപകടത്തിലാക്കുന്നുവെന്നും മനുഷ്യാവകാശ സംഘടനകളും പ്രദേശവാസികളും ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ മാർച്ചിൽ ഖൈബർ പഖ്തൂൺഖയിൽ കടലാങ്ങിൽ നടന്ന തീവ്രവാദ വിരുദ്ധ ഓപ്പറേഷനിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 10 സാധാരണക്കാർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. പ്രദേശത്തെ മറ്റൊരു ഓപ്പറേഷനിലും ഡ്രോൺ ആക്രമണത്തിലും ഗുജാർ ഇടയ സമൂഹത്തിലെ 9 നിരായുധരായ അംഗങ്ങൾ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇത് പ്രതിഷേധങ്ങൾക്കും കാരണമായി. മറ്റു ഓപ്പറേഷനുകൾ തീവ്രവാദികൾക്കും സാധാരണക്കാർക്കും ഇടയിലുള്ള രേഖകൾ മങ്ങിച്ചു. കട്ലാങ്ങിൽ നടന്ന മറ്റൊരു ആക്രമണത്തിലും 12 തീവ്രവാദികൾ കൊല്ലപ്പെട്ടതായി പാകിസ്ഥാൻ അധികൃതരും അവകാശപ്പെട്ടു. എന്നാൽ 9 സാധാരണക്കാരും മരിച്ചു. സിവിലിയൻ നാശനഷ്ടങ്ങളുടെ തോത് സ്വതന്ത്ര നിരീക്ഷണ ഗ്രൂപ്പുകളും അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്. UK ആസ്ഥാനമായുള്ള ആക്ഷൻ ഓൺ ആംഡ് വയലൻസ് 2024 സ്ഫോടക വസ്തുക്കൾ മൂലമുള്ള സിവിലിയൻ മരണങ്ങളിൽ പാകിസ്ഥാന് ആഗോളതലത്തിൽ 7ാം സ്ഥാനവും ഇംപ്രൊവൈസ്ഡ് സ്ഫോടക വസ്തുക്കൾ മൂലമുള്ള മരണങ്ങളിൽ 2ാം സ്ഥാനവും നേടിയിട്ടുണ്ട്. ഈ ജൂലൈയിൽ തിറ താഴ്വരയിൽ മോർട്ടാർ ആക്രമണത്തിൽ ഒരു പെൺകുട്ടി ഉൾപ്പെടെ നിരവധി സാധാരണക്കാർ കൊല്ലപ്പെടുകയും ഡസൻ കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തതിനെ തുടർന്നും പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. കൂടാതെ പാകിസ്ഥാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ കോൺഫ്ലിക്റ്റ് ആൻഡ് സെക്യൂരിറ്റി സ്റ്റഡീസ് തീവ്രവാദ ആക്രമണങ്ങളിൽ നിന്നുള്ള സാധാരണക്കാരുടെ മരണത്തിൽ കുത്തനെ വർധനവ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഫെബ്രുവരിയിൽ മാത്രം 55 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരാഴ്ച മുമ്പ് പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺഖ പ്രവിശ്യയിലും 12 സൈനികരെ വധിച്ച് പാകിസ്ഥാനി താലിബാൻ ഭീകരർ, അതായത് ഈ തെഹ്രീക്ക് ഇ താലിബാൻ പാകിസ്ഥാൻ വലിയ ഒരു ആക്രമണം നടത്തിയിരുന്നു. അന്ന് പ്രവിശ്യയിലെ 2 ജില്ലകളിലുണ്ടായ ഏറ്റുമുട്ടലുകളിൽ 35 ഭീകരരെ വധിച്ചെന്നാണ് പാക് സൈന്യം പ്രതികരിച്ചിരിക്കുന്നത്.